അപ്പൊ ഞങ്ങൾ മസീനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവാണ് ഗൈസ്. മലപ്പുറത്തുനിന്ന് ഒരു ഗുണ്ടാ സംഘം 7 ബൈക്കായിട്ട് വരുന്നുണ്ട്. ആഹാ, ക്ലിയർ ക്ലൈമറ്റ് ആണ്. ഇന്നലെ വരെ കനത്ത മഴയായിരുന്നു. ഇങ്ങനെ കാട്ടിലേക്ക് കടന്നു. എന്റെ മോനെ, എന്താ വൈബ്. കനത്ത ഓഫ് റോഡാണ്. അതുകൊണ്ട് എല്ലാവരെയും പിന്തള്ളിക്കൊണ്ട് 500cc ബൈക്കുമായി മുന്നേറുകയാണ്. അവിടെ നിന്നോ അപ്ലാട് വണ്ടി അവിടെ നിന്ന് കഴിഞ്ഞു. മൊത്തം പ്രശ്നം. അപ്ലാട് വണ്ടി അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. എക്സ്പ്രസ് കയറി ഞാൻ അവിടെ പോയി നിൽക്കാനുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അത് നിന്നു കൈ. അങ്ങനെ ഓഫ് റോഡും കഴിഞ്ഞു, ഡ്രോൺ പറത്തൽ കഴിഞ്ഞു. അപ്പോൾ മസീനഗുഡി വഴി ഊട്ടി ഞങ്ങൾ രാവിലെ തിരിച്ചാണ്. രാവിലെ ഇരുട്ടായതുകൊണ്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇടക്കര കഴിഞ്ഞ് നെല്ലിക്കുത്ത് നിർത്തി. എത്ര ബൈക്കുണ്ട്? 7 ബൈക്ക്. ഏണുണ്ടാക്കി അറിയില്ല. ഒരു കാറും. ബാക്കിയുള്ള വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കാർ വരുന്നുണ്ടോ ഇവിടെ? സ്ഥാനത്തി എവിടെടോ? ഇതല്ലോ തടട്ടണേൻ ഐസൂസു. ഇതാ വരുന്നു. ഇത് വേറെ ടീമാട്ടാ. എന്നാ നമ്മളപ്പോ വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ ഒറ്റക്കാണെങ്കിൽ. ഇനി ഇവിടെ വേറെണ്ടാ പോയാ? ആ കാറാ? മിസ്റ്റർ പയാമോ അപ്ലാട് വണ്ടി പോവാ. ആടുകാണി മുച്ചിക്കോടുണ്ട്. ഇവിടെ പേര് കാണിച്ചാ. അപ്പൊ ഞങ്ങൾ മസീനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവാണ് ഗൈസ്. ആരെങ്കിലും ഊട്ടിയിലുണ്ടെങ്കിൽ പറയട്ടോ. മലപ്പുറത്തുനിന്ന് ഒരു ഗുണ്ടാ സംഘം 7 ബൈക്കായിട്ട് വരുന്നുണ്ട്. ആരൊക്കെ ഉള്ള വെച്ചാൽ 7 ബൈക്ക്, ഒരു ഐസൂസും ഉണ്ട്. ഐസൂസു ഓക്കെ, ഐസൂസു ഫുൾ ടീം സെറ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഗാലക്സിയോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? മുട്ട വൈക്കുന്നല്ലേ? മുട്ട ഇവിടെ തുറന്നാണി കാണട്ടെ. ഫുൾ തുറന്നാണി. വണ്ടിയിൽ ഫുൾ ലഗേജ് ആട്ടാ. ഈ സൂസു അതിനായിട്ട് വിടുന്നുണ്ട് തിന്നാനായിട്ട്. 90 മുട്ട. പിന്നെ ഫുൾ സാധനങ്ങളുണ്ട്. ഈ സൂസുവിന്റെ മയിലുള്ള തരുന്നു. മുക്കാപ്പാന്റെ ഖലീഫ ഇത്രയും വലിയ മനുഷ്യൻ മുങ്ങി വന്നു. ചോരം തുടങ്ങുന്ന വൈക്കടവിലല്ലേ? അപ്പൊ അവിടെ അല്ലേ നിക്കേണ്ടത്? അതിനോട് നാട് കാണി. ഗൈസ്, ഒരാള് നാട് കാണി കേറി കഴിഞ്ഞു. എന്ത് ചെയ്യാ? തമിഴ്നാടെത്തി. മുജീബ് പുതിയ വണ്ടിയിൽ പറന്നു. ചപ്പാത്തി ഇടിയപ്പം ചപ്പാത്തി 2 ചപ്പാത്തി. ഞങ്ങളൊക്കെ ഡയറ്റിലാണ്. അലാക്കിന്റെ പീസാട്ടാ. ചോരട്ടനുണ്ട്. നമുക്ക് ചെസ്റ്റ് ആണല്ലേ. പ്രോട്ടീൻ മരണ പോളിങ് ആട്ടോ. പൊറാട്ട ഒരു സെക്ഷൻ ഫുള്ള് നോൺ ഹെൽത്തി. ഇവിടെ ഹെൽത്തി സെക്ഷൻ ചപ്പാത്തി വള്ളി. ഇത് അൺഹെൽത്തി സെക്ഷൻ പൊറാട്ട വള്ളി. ഇത് വിത്തൗട്ട് കോഫി. ഇത് വിത്ത് ഗൈസ്. ചായ കുടിച്ചിറങ്ങി. ആഹാ, നല്ല ക്ലിയർ ക്ലൈമറ്റ് ആണ്. ഇന്നലെ വരെ കനത്ത മഴയായിരുന്നു. ഫുൾ ടീമുണ്ട്. ചുരം കയറാൻ തുടങ്ങുകയാണ്. നാടുകാണി. ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്. ബോർഡർ താണ്ടി പാസ് കാണിച്ചു കൊടുത്ത് നീ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യട്ടെ. എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് കരുതുക. ഹലോ ഗൈസ്. എല്ലാവരും അടുത്ത പോയിന്റിൽ ഹാൾട്ട് ചെയ്തൊക്കെയാണ്. അങ്ങനെ എല്ലാവരും കിട്ടി. 6 ബൈക്കും ടോട്ടലി ഒരുമിച്ചു. ഒരുപാട് നേരത്തിന് ശേഷം ഇസൂസു അങ്ങനെ കാട്ടിലേക്ക് കടന്നു. മസീനഗുഡി അല്ല, എൻ്റെ മോനെ എന്താ വൈബ്. മസീനഗുഡിയിലേക്ക് ഓൺ ദ വേ ആണ്. മൈസൂർ റോഡിന് തിരിഞ്ഞു. ബ്യൂട്ടിഫുൾ. ഇപ്പം എല്ലാവരും ഒരുമിച്ച് കിട്ടിയിങ്ങനെ. കാറിന് ഏറ്റവും മുന്നിൽ വിട്ടിങ്ങനെ.
ജാതി വൈബ്. വാട്ട് എ ബ്യൂട്ടി മാൻ. No man, don't worry, don't worry. നാല് ബൈക്ക് വരുന്നു. മാനേ മാനേ പൊന്മാനേ മാനേ മാനേ പൊന്മാനേ. മാൻകൂട്ടങ്ങളെ കണ്ടപ്പോൾ നിർത്തിയതാണ് എല്ലാവരും. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. എല്ലാവരെയും കടത്തി വിട്ടുകൊണ്ട് ഗമനിക്കുന്നു. മാരകമായ ഓഫ് റോഡിങ് കാട്ടിലൂടെ. ഇവിടെ മസിനഗുഡി 6 കിലോമീറ്റർ. മസിനഗുഡി അല്ല, ഒന്നുമില്ല, ഫോട്ടോ കണ്ട. എല്ലാവരും പോസിങ്ങിലാണ്. ഒക്കെ നിർത്തിക്കണ്. ഫുൾ ഫോട്ടോ എടുക്കാനുള്ള പോസിങ് വരിക്ക് നിർത്തിക്കണം എല്ലാവരും. ഹിമാലയ മാരിമുത്ത് സാന്റ. ഇത് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 അല്ല, ഈ വണ്ടികളുണ്ട് രണ്ട്. റോയൽ എൻഫീൽഡ് ക്ലാസിക് 360, 350. ഹിമാലയ ഏതെന്ന് പറഞ്ഞ് 450 എക്സ്പൾസ്. ആ, പിന്നെ നമ്മൾ തന്നെ രണ്ടും 500cc. ഫോട്ടോഗ്രാഫിയിൽ ഇത്രയും വലിയ ടെക്നോളജി ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇതാ വരും. ആവോ ഫ്രെയിം സെറ്റ് ചെയ്യാണ്. ക്യാമറമാനോൻ ഓടി വരുന്നു. ക്യാമറമാൻ ഓടി വരുന്നു. ക്യാമോൺ. ടൈമർ എത്ര? വണ്ടിന്റെ ഓണർ പേര് ആലേപനം ചെയ്ത ഖലീഫ. എത്രണ്ണം എവിടെ? ആ, ലീക്ക് ഉണ്ട് സാധനങ്ങളുണ്ട്. മുട്ട ചെറുതായിട്ട് ലീക്ക് ആയിട്ടുണ്ട്. അടിയിൽ ജാതായി കയറും. ശരിക്കും നമുക്ക് ഓരോ ട്രേ വേറെ വേറെ ലാമിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. 90 മുട്ടയിൽ നിന്നും എത്ര പോയി? അഞ്ഞെന്ന് വേണേ ഒന്നിക്ക് സിംഗിൾ ട്രേ ആണ് പോതിയാ. അറച്ച് തിന്നട്ടോ. സ്പെഷ്യൽ ചിക്കൻ. ഒന്നും അറിയില്ല. മീ ഗുറങ്ങി ഫ്രൈഡ് സ്പെഷ്യൽ ചിക്കൻ. ഇൻഡോമി ആരുടെ അറിയോ? സഞ്ചിയാണ്. ഇൻഡോമി സഞ്ചിക്കാണ്. ഇൻഡോമിക്കാര് നമ്മളെ കണ്ടറിഞ്ഞ സാധനങ്ങൾ വന്നു കേട്ടാ. സഞ്ചിയൊക്കെ വന്നു. 3 ഫ്ലേവർ ഉണ്ട് അല്ലേ? നമ്മള് ഊട്ടി പോയിട്ട് ഇൻഡോമി ഉണ്ടാക്കാൻ പോകട്ടാ. നമ്മള് ദുബായിലെ നൊസ്റ്റാൾജിക്സ് ആണ്. ഊട്ടി പോകണം. അപ്പോഴൊരു വൈബ് കിട്ടും. ആരത് തണുപ്പ് കൂടിയിട്ടാ കോട്ട കൂരിക്കണ്. ചീഞ്ച മണം. ചീഞ്ഞ് ഞാറി മുട്ട പോട്ടെ. സക്സസ്ഫുള്ളി പ്ലേസ്ഡ്. പോവാണ്. ഇവിടുന്ന് ചീത്താറിന് ചങ്ങായിമാര്. ഏതത് വൃത്തിയായിട്ട പ്രോപ്പർട്ടി നിർത്തിയിടീന്. എന്തൊരു ചാടാ എനിക്ക്. ആ, അപ്പൊ വേണ്ട. ഗവൺമെന്റ് ആണെങ്കിൽ വേണ്ടല്ലേ. വെറുതെ സർക്കാരിനോട് കളിച്ചാൽ നിൽക്കണ്ട. ഇങ്ങനെ നീ കോട്ട വേണ്ട. എന്റെ മസിനഗുഡിയിലേക്ക് കടന്നു. ആ കാടിന്റെ ബ്യൂട്ടി തന്നെ മാറിയതാണ്. ഞങ്ങള് ചെറിയ റോഡ്, ഇടതോറുന്ന കാടുകള്. ബൈക്കിലൂടെ മസിനഗുഡി ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ചേട്ടാ ഈ പാസ് കണ്ടോളി. ഈ പാസ് ചെക്ക് ചെയ്യാതെ കടത്തി വിടൂല. അവിടെ അതിനുള്ള ഗ്രൗണ്ടാ? ആരും പറഞ്ഞില്ല ഗ്രൗണ്ട് കയറ്റി വിടുന്നുണ്ടെന്ന്. ഈ പാസ് ഇല്ലാത്തല്ലേ അതിനുള്ള
സംശയമുണ്ട് ഒരു ഗ്രൗണ്ടൊക്കെ അതാ ഫുള്ള് തടഞ്ഞു നിർത്തി ചെക്കിംഗ് ആണ്. അപ്പോൾ ഈ പാസ് എടുത്തിട്ട് വരാം, സിമ്പിളാണ്. എൻ്റെ മോണ ഏതാ വൈബ് റോഡ്. ഓ ഗ്രീനറി ഒരു രക്ഷയില്ല കേട്ടോ. ഇന്ന് പക്ക ക്ലൈമറ്റ്. ഇന്നലെ പെരും മഴയെന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട്. ഓ താഴത്ത് വരെ പുല്ല എന്ത് ഡ്രസ്സായിട്ടാ വിരിഞ്ഞ് നിൽക്കുക. അമ്പ് ചടേ ആഹാ എന്ന് പറഞ്ഞാൽ യജാതി റൂട്ട് മനോഹരം, ബ്യൂട്ടിഫുൾ. ഓ കുളിച്ച് നല്ല വിശപ്പുണ്ട് കേട്ടോ. ചെറിയ തോതിൽ ഡയറ്റ് ചെയ്തുകൊണ്ട് കണ്ണി കണ്ടൊന്നും വാങ്ങാൻ വയ്യ. ഇളനീ വെള്ളം കിട്ടുമോ നോക്കി നിൽക്കുക. ചീറിപ്പാഞ്ഞു പോണേ പൊട്ടെ പൊട്ടെ പൊട്ടെ. അങ്ങനെ മസിനഗുഡി റൂട്ട് കഴിഞ്ഞു, ഊട്ടിയിലുള്ള റൂട്ടിലേക്ക് ജോയിൻ്റ് ആയി. എനിക്ക് സ്വീറ്റ് കോണും ക്യാരറ്റൊക്കെ വേണം നൂഡിൽസ് ഉണ്ടാക്കാൻ. സ്വീറ്റ് കോൺ 50, ക്യാരറ്റ് ഒരു കൊല 50. നല്ല പച്ചപ്പ് കൊല. കേട്ടട്ടെ, നേരെ കയറ്റുക, നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാം. അങ്ങനെ നമ്മൾ ഊട്ടിയിലെ ആക്കോൺ ഹൗസിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൈസ്. ആക്കോൺ ഹൗസ്, ആക്കോൺ. ഇവിടെ വെച്ച് കുക്കിംഗ് പരിപാടി നടക്കുമോ നോക്കണം. ചോദിച്ചിട്ടുണ്ട്, ഗസ്റ്റ് ഉണ്ടെങ്കിൽ എന്താവും അറിയില്ല. ആ ആക്കോൺ ഹൗസ് പച്ചപ്പ് കണ്ട് ആകെ കുളിച്ചിക്കണ്. മഴ പെയ്ത് കിളിർത്തൊക്കെ പുല്ലൊക്കെ നമ്മൾ വന്നപ്പോൾ ആകെ ഉണങ്ങി കടിച്ചിരുന്നു. അടിച്ചാപ്പൊളി പുല്ലിട്ടാ. പ്രോപ്പർട്ടി ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ മുന്നേ വീഡിയോ ചെയ്താണ്. ആക്കോൺ ഹൗസ് ഊട്ടി. ഞങ്ങൾ പഴയ ഓഫ് റോഡിലേക്ക് വരികയാണ്. ഞാൻ തൽക്കാലം ഇവിടെ ഹാൾട്ട് ചെയ്തു. എനിക്ക് തൽക്കാലം ഓഫ് റോഡ് റിസ്ക് എടുക്കാൻ വയ്യ. ബൈക്കേറ്റ് അത്യാവശ്യം വെയിറ്റുള്ള വണ്ടിയാണ്. അങ്ങനെ അടിയിലേക്ക് പോകണം. കാർ ഇവിടെ വരുന്നതാണല്ലോ. അതാ വരുന്നു ഐസൂസുയിൽ തൂങ്ങി ആടിക്കൊണ്ട്. ക്യാമറമാൻ തൂങ്ങിയിരുന്നേ. ഞങ്ങൾ വണ്ടി കയറിയാണ്. വൈബ് എന്ന് പറഞ്ഞാൽ വൈബാണ്. വൈബിനാണ് കായ്. ആ 2 മൂലക്ക് ഇരുന്നാൽ മതി. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ തൽക്കാലം. ആ ബാക്കി എല്ലാവരും 2 ഇറങ്ങിക്കണു. ബൈക്കൊക്കെ കൂടി കെടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ഇത് ഫുള്ള് സാധനങ്ങളാട്ടാ. കോഴിമുട്ട, ഗ്യാസ്, സ്റ്റൗവ്, അടുപ്പ്. ആ മച്ചിയെ കാരണം കുത്തക്കുൽക്കല്ലാതെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ സംഗതി വൈബ്. വൈബിനല്ലേ കായി. വൈബിട്ടുള്ളൊരു കളിയില്ല. അന്ന് ഈ സ്ഥലം മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. അന്ന് കേറുമ്പോ എടുക്കാന്ന് വിചാരിച്ചു. കേറുമ്പോ ഇതിന്റെ കുലുക്കാൻ കാരണം നീച്ച് നിൽക്കാൻ വയ്ക്കണ്ടേ. വണ്ടി റിവേഴ്സ് അടിക്കുകയാണ്. നേരെ അവിടെ പാർക്ക് ചെയ്യാം, സാധനം അൺലോഡ് ചെയ്യാം, കുക്കിംഗ് തുടങ്ങാം. വേണ്ടേ അവിടെ ലെവലുണ്ടാ? ലെവലാകെ തെറ്റി കിടക്കില്ലേ? ആ നല്ല പറമ്പ്. അതിലെന്ത് നട്ടുകണോന്നുണ്ട്. ഫ്രഷ് ക്യാരറ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകാം. ഇതാണ് ടേബിള് അല്ലല്ല, ഇത് ഞാൻ റൊട്ടി ചൂടാക്കാൻ. തന്തൂർ റൊട്ടി. ഒരു ചെറിയ ഒരു പാത്രമുണ്ട്. സ്വീറ്റ് കോൺ സ്പ്രിംഗ് ഒനിയൻ, കസ്. അത് നമ്മളെ സാധനം. ഇൻഡോമി ചിക്കൻ ബ്രസ്റ്റ്, ബോർഡ്, കത്തി, വല്യുള്ളിയൊക്കെ ഉണ്ട്. ഏതാ കത്തിയില്ല. നല്ല കുറിച്ചാണ്. അല്ല തൊടണ്ട. അതിന് വല്യുള്ളി. വല്യുള്ളിന്റെ ഒക്കെ ഒരു കളറൊക്കെ. മഴ പെയ്ത് ഗൂയിസ്. ആഹാ കറക്റ്റ് ടൈമിങ്ങില് ഉള്ളിയാണ്ട് എടുത്തതും ആകാശം കരഞ്ഞു. എന്താ നോക്കി നിങ്ങളെ സാമ്യത. ഉള്ളി സതീശ്. എന്റെ കഥ കഴിഞ്ഞിട്ട. ഞാൻ ആ സ്റ്റെപ്പ് കയറി മേലെ പോയി അക്ബറോട്ട് നോക്കുമ്പോ
മഴ കനത്തു. അതെന്തത് ഹെൽമെറ്റും കൊടയും എന്താ റെയിൻകോട്ടില്ല, നമ്മൾ മാത്രം മുഞ്ചി. വെളുത്തുള്ളി ഗൈസ്, ഞങ്ങൾ അങ്ങനെ തന്നെ മടങ്ങാണ്. മഴ കനത്തോണ്ടിരിക്കുകയാണ്, യാതൊരു രക്ഷയില്ല. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. ആകെ പണി പാളും, കുക്കിംഗ് എല്ലാം കൂടി. അപ്പോൾ ആക്കോണിലേക്കേ പോവാം. അല്ല പാക്കിങ് വൈൻഡ് അപ്പ്. കനത്ത ഓഫ് റോഡാണ്. വണ്ടിയൊക്കെ കുടുങ്ങി, ബൈക്ക് ഫുള്ള് ചളി കുടുങ്ങി, കയറുന്നില്ല. അതാ അപ്പളാട് വണ്ടി എല്ലാവരെയും പിന്തള്ളിക്കൊണ്ട് 500 cc ബൈക്കുമായി മുന്നേറുകയാണ്. ഇപ്പൊ നിൽക്കും. അവിടെ നിന്നോ എക്സ്പൾസ് നിന്നിരിക്കുകയാണ്. അപ്ലാട് വണ്ടി അവിടെ നിന്ന് കഴിഞ്ഞു. ഇത് കയറില്ല. സ്റ്റാൻഡ് ഇട്ടില്ലതാ. അല്ല സ്റ്റാൻഡ് ഇട്ടിട്ടില്ല. അപ്ലാട് വണ്ടി ഇത് ഇങ്ങനെ ബാക്ക് എടുത്ത് നീ കല്ലുമ്മ കൂടി എങ്ങനെ പോയി? മണ്ണുമ്മ കൂടി പോയതാണ്. മൊത്തം പ്രശ്നം അപ്ലാട് വണ്ടി അവിടെ കുടുങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പളാ ഞാൻ പറഞ്ഞില്ല, അപ്പൊ കണ്ടപ്പോ തന്നെ അങ്ങനെ എക്സ്പ്രസ് കയറി. ഇനി അവിടെ പോയി നിൽക്കാനുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അത് നിന്നു കൈ. എന്തെല്ലാം കാണണം. ഞങ്ങൾ ഐസൂസില് തടി കത്തി കഴിച്ചിലായി. അതാ തങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് എക്സ്പൾസിന്. കഴിഞ്ഞോ? ഇനി ഒന്ന് കേറുണ്ടോക്കെ ഒന്ന് തള്ളി കൊടുത്താനെ, ഒന്ന് ഫ്രണ്ടിക്ക് തള്ളി കൊടുത്താനെ. വെയിറ്റ് വേണം. എന്താ ഇത് കഥ? പോത്തിനെ മേച്ചുണ്ടോണ മാരി ഉണ്ട്. ഒരു നൂഡിൽസ് ഉണ്ടാക്കാനാണ് ഈ ജാതി പെടാപ്പാട് നാലേക്കും. ഇതൊരു നൂഡിൽസ് നിക്കൂലട്ടോ. വിശപ്പ് പതന ഇൻഡോമി ഒറ്റ തള്ളല്. ആ പോക്കിലാണ്. പോട്ടെ നിക്കരുത് പോട്ടെ. നിന്ന പ്രശ്നായി. വീണ്ടും മഴ. എല്ലാം ആക്കോണിലും മഴ വന്നു. നമ്മള് കൂട്ടിലേക്ക് കയറി. ഇവിടെ നിന്നാണ് ചെയ്യാന്ന് വിചാരിച്ചു. രണ്ടും കൽപ്പിച്ച് സമയമല്ല. 2 മണി വിശന്നിട്ട് നിൽക്കാൻ വയ്യ. സ്പ്രിംഗ് ഓനിയൻ ചൈനീസ് കാശ് അടിയൊക്കെ താഴ്ച തിരിച്ച വെച്ചോ. ഓയില് വല്യുള്ളി. ഇവിടെ വല്യുള്ളി. എല്ലാരും ഓരോ പണി. അവിടെ ഒരു സ്റ്റൗവ്. മൊത്തം ആൾക്കാർ വിശന്നിട്ടേ ഫുൾ പണിയിലായിട്ട്. ഒരാൾ ചിക്കൻ കട്ട് ചെയ്യുന്നുണ്ട്. ആരൊക്കെ വ്യൂ ആട്ടതാ. അക്കൗണ്ട് പ്രോപ്പർട്ടീസ്. അയ്യോ ഇളകിക്കോളി. ആയിക്കോട്ടെ. എന്താ ഉണ്ടായി? അത് അടിപ്പ കരിട്ടോ. അയ്യോ ചിക്കൻ പോട്ടെ. ചിക്കൻ ചെറുതാക്കി എറിഞ്ഞേട്ടാ. കുത്തിളക്കി. എത്താ അവിടെ ഒരു ബുൾസൈക്കും വേണ്ടി ആകെ തല്ലാണ്.
ഇനി കുറച്ച് കൂടുതൽ വന്നത് ബുൾസായ് ഇത് പുളിസയില്ല, അത് പൊട്ടിക്കാൻ പുളിസ പൊട്ടിക്കണം. എനിക്കൊരു നല്ല ക്ലിയർ ബുൾസ് കിട്ടണം കേട്ടോ. അതിന്റെ മേലെ ഡെക്കറേഷൻ ഇട്ടാണ് ലാസ്റ്റ്. ലാസ്റ്റ് ചെയ്താ ഇനി ഒരു സാധനം കൂടി ബാക്കിയുണ്ട്. 90 മുട്ടല്ലേ? 90 കുറെ പോയി കണക്കാ. അച്ഛണ്ടോ മാറിയുണ്ട് ആ അത് ലാസ്റ്റ് കേട്ട പോലെ എന്തായാലും വലിയ പെപ്പർ. ഫുള്ളല്ലേ? ലോഡാവുമ്പോ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പട്ടാണി ഇതാക്കിക്കണ അത് ഇതാണ് ഫ്രോസൺ ആണ്. ഓൾറെഡി ഹാഫ് കുക്ക് ചെയ്യാറ്. ഇത് നാച്ചുറൽ തങ്ങൾ സ്പെഷ്യൽ ചിക്കൻ. ഞാൻ ഈ 2 ക്യാറ്റ് കൊടുത്തിട്ടെ അത് മാത്രമേ ബാക്കിയുള്ളൂ. അല്ലോ പോയി ആദ്യം കിട്ടാത്തവർക്ക് തങ്ങ് നിന്നില്ല. രസം കേട്ടാ ചട്ടി സംഭവം സെറ്റായത്. ആ ഞാൻ നോക്കട്ടെ. ഇതിൽ വല്യുള്ളി കൂടി ഇട്ടാ പൊടിക്കും. അത് ഞാൻ പറഞ്ഞ നടത്താം. ഇങ്ങനെ ഉണ്ടാക്കണ്ടേ വല്യുള്ളി കുരുമുളക്. ചൂടുണ്ട് നോക്കട്ടെ. വലിയൊരു മനുഷ്യത് പിടിച്ചു കൂടുതൽ സാധനം ബാക്കിയില്ല. ഉണ്ടാക്കാം നൂഡിൽസ്. ക്യാരറ്റാ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് നൂഡിൽസ് വെറൈറ്റി. ഇത് 3 ഐറ്റാണ്. ഏതാ? ചിക്കൻ ഫ്ലേവർ. അത് മറ്റത് ഇതാണ് സൂപ്പ്. ഇൻസ്റ്റന്റ് നൂഡിൽസ് എടുക്കാം. എന്താ പിടിച്ചോളൂ? അതാണ് താഴത്തുനിന്ന് മൂപ്പരിപ്പെട്ട് വരും. 2 മിനിറ്റ് ആയിട്ടുള്ള വാതില. ഒന്നുകൂടെ ബാക്കിൽ ഗ്രീനറി സൂപ്പർ. ഫ്രൈഡ് അല്ല ഓക്കെ. അയ്യോ ചില്ലി ആണോ അല്ല ചില്ലി. ഞാൻ മിക്സ്. അയ്യോ രണ്ടാൾക്കാർ വയ്ക്കുന്നു. ഞാൻ തീരെ തിന്നാതാ ബൈസപ്സ് ഒക്കെ പിടിച്ചാണ് വേണമെങ്കിൽ കളിക്കാം. കിട്ടിയ ചാൻസ് ആണ് അറിയില്ല. സൂപ്പ് നൂഡിൽസ് ഇട്ടാ ഇൻഡോമി വെച്ചുണ്ടാക്കിയതാണ്. ബിസ്മില്ലാ. ഓ എൻ്റെ മോനെ മജ സാധനം കേട്ടാ. ഈ പട്ടാണിയും മറ്റേ കോണൊക്കെ ഉണ്ടല്ലോ, സ്വീറ്റ് കോണും പട്ടാണിയൊക്കെ രക്ഷയില്ല. നൂഡിൽസും സൂപ്പറായിട്ടാ. ഫസ്റ്റ് എല്ലാം കഴിഞ്ഞൊരു ബുൾസൈ. ഓ ഇത് പോതുമെനക്ക് അച്ഛാ. ഊട്ടി വൈബ്, തണുപ്പ്, സൂപ്പ് നൂഡിൽസ്, ഇൻഡോമി. ഹൗ പരിപാടി കഴിഞ്ഞു തുടങ്ങി. 3 മണി കഴിഞ്ഞു. എല്ലാം പരിപാടി കഴിഞ്ഞു. സെറ്റാണ് സെറ്റ്. എല്ലാവരും മാരകമായ പോളിംഗിലാണ്. ഇതിലേക്ക് മുട്ടിട്ടില്ല. അതെന്നാ പാടില്ലാന്ന് പറഞ്ഞത്. എല്ലാ മൂലക്കലും ആൾക്കാർ മറ്റേ സാധനം കഴിഞ്ഞാ മുട്ടന്റെ മറ്റേ സാധനം നൂഡിൽസ്. എന്റെ മോനെ അതെന്താ
ഊട്ടിയിൽ നിന്നും നൂഡിൽസ്. ഇൻഡോമിന്റെ പവറേ. എന്തിന്റെ ഏതോ ബ്രാൻഡ് ഒന്നും അറിയില്ല, അടിച്ച് പിന്നെ കൂട്ടത്തിന് കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള ഇൻകാണ്. ഞാൻ പറഞ്ഞിട്ടാണ് സാധാരണ മേഘനേക്കാളും ഇത് കുറച്ച് തടിയുണ്ട് അല്ലേ, തിക്കുണ്ട്. വണ്ണം കൂടുതലാണ്. അതല്ല മറ്റേനേക്കാളും നല്ല സുഖമായിട്ട് വെള്ളം കൂടി കിട്ടും. നൂഡിൽസിന് നല്ല അഭിപ്രായം. ഞാനൊന്ന് കൈ വെച്ച് നോക്കുന്നുണ്ട്. തലന്നെ ചൊടിക്കണോ നമ്മ കഴിച്ചുടി എന്നാ അത് കിട്ടാത്ത ആ മസാല രസം കേട്ടാ, സ്വീറ്റ് ഉണ്ടല്ലേ. ഞാൻ എരിവെന്ന് വിചാരിച്ചു. എരിവൊന്നല്ല, അതാണ് രസം. മറ്റേനേക്കാളും അയ്യോ അത് മൂട് എന്താണ് അള്ളാമ സൊല്ലി തൊള്ളിക്കിടാൻ എന്തേ ആ ചിക്കന്റെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു. ചിക്കന്റെ പീസ് എടുത്തിട്ട് വാ, അവിടെ ഉണ്ട്. സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള കംപ്ലീറ്റ് മുട്ട 60 മുട്ട ചിക്കൻ, ബ്രെഡ് ചിക്കൻ, ഉപ്പൊക്കെ പൊടിച്ചാണ്ടാ മതി. മുട്ട അതിനെ ചുട്ടാ പോരെ, അതിന്റെ അടിയിലിട്ട് കംപ്ലീറ്റ് മുട്ടിക്കുകയാണ്. കഴിക്കണോ? നല്ല മണം വരുന്നുണ്ട്. ബ്രെഡും മുട്ടയും പെപ്പറും സാൾട്ടും. വീണ്ടും മമ്മു ശുക്രൻ. ഞങ്ങള് മഴ പെയ്തപ്പോ കുക്കിങ്ങിന് വേണ്ടി നമ്മളെ പ്രോപ്പർട്ടി ആട്ടാ രക്ഷിച്ചതിന്. അങ്ങനെ പരിപാടികള് മംഗളമായി പോവാണ്. മഴ ചോർന്നു. അപ്പൊ കഴിഞ്ഞു കേട്ടോ, എല്ലാം മംഗളമായി കഴിഞ്ഞു. ഇതാ അൺലോഡിങ് ലോഡിങ് ആണ്. ലോഡിങ് ഉണ്ടാക്കിയ സാധനം കേട്ടാ, റാപ്പ് ചെയ്തിക്കണം മൊത്തം. അങ്ങനെ ഓഫ് റോഡും കഴിഞ്ഞു, ഡ്രോൺ പറത്തൽ കഴിഞ്ഞു. മഴ വന്നു ഗൂയിസ്, വീണ്ടും മഴ വന്നു. അങ്ങനെ ഡിക്കാത്തലോണ്ട് നമ്മൾ വാങ്ങിയ മുതൽ സാധനം കേട്ടാ. ആയിവാ ജസ്റ്റ് ഒരു സാധനം പൗച്ച് സിബ് തുറക്കാണ്ട് വലിച്ച സാധനമായി. അതേമാതിരി അതിൻ്റെ ഉള്ളിൽ കിട്ടാ സാധനം അതിൻ്റെ ഉള്ളിൽ കയറി. അല്ലേ ക്യൂട്ട് ഐഡിയാസ് പോലെ ഭയങ്കര സംഭവമാണ്. വന്നാൽ ഊട്ടിയിൽ വന്നാൽ കൊക്കോ പോഡ്സ് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ ഒരു പൂരി ചെറിയ സിപ്പ് എടുക്കാം. നേരെ മഴ കഴിഞ്ഞു കണ്ടാ, അതിൻ്റെ ഉള്ളിലേക്ക് നേരെ മടക്കി കുത്തി. ഇത് സിമ്പിൾ പരിപാടിയല്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് ഡിസൈൻ ഈസ് വെരി ഹ്യൂമൻ എന്നറിയില്ല. ഹോട്ട് ചോക്ലേറ്റ് എത്ര 160 180 ആക്കി. എന്നാ വില കൂട്ടിയിരുന്നോ? എന്താ ചെയ്യാം, 10 ഓർഡർ ആക്കി, 5 ചങ്ക കൂടിയുണ്ട് ഇറങ്ങൂട്ടെ ചിലപ്പോ. ചൂടുണ്ടാവോ? മെഷീൻ വെച്ച് സ്റ്റീം ചെയ്യണല്ലോ. ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം കുടിച്ചോണ്ടി. നേരം 10 മണിയായി ഗൈസ്. വൈക്കടവ് ഇതാ എത്തി. നിർത്തി പേടില്ലല്ലോ. ഞങ്ങള് ഉച്ചക്ക് ഉണ്ടാക്കിയ മുട്ടച്ചിക്കി ബ്രെഡ് തിന്നാതെ ഇവിടുന്ന് പോകില്ല. പിന്നെ ഇന്നലെ കാരവൻസ് നിന്ന് വാങ്ങിയ തന്തൂർ റൊട്ടി. മാസ്മരികമായ DJ ലൈറ്റുകൾ ഐസൂസിയിൽ നിന്ന് ഓണാക്കിയിരിക്കുന്നു. ഷെയ്ഖ് സായിദ് ബിൻ ഖലീഫ ചൂടായാ അയവാ. അങ്ങനെ ബ്രെഡ് ആംപ്ലേറ്റ് പാത്രം പോയി പിടിക്കണ്ട, അത്ര ചൂട് മതി. മറ്റേ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഉണ്ടാവില്ല. റൊട്ടി ചൂടാക്കാൻ കണ്ടോ, എല്ലാ ടൂൾസും റെഡിയാ. റൊട്ടി ചൂടാക്കാൻ എല്ലാ എക്യുപ്മെന്റ്സ്. ഒട്ടോട്ട പാത്രം. തന്തൂർ റൊട്ടി ഒരു 30 തന്തൂർ റൊട്ടി വാങ്ങിയിട്ടുണ്ട്. നേരെ 10:30 മണിയായി. അയവാ. അതിനെ മൂടി പൊട്ടിച്ചാതെ വെക്കണേ എടുത്താൽ മതി. നിങ്ങൾ എങ്ങനൊക്കെ നോക്കിയിട്ട് മുട്ട തീരുന്നില്ല. ഈ ജാതി മുട്ട വേറെ എവിടെയും കണ്ടിട്ടില്ല. അറിഞ്ഞില്ലേ, റോളാക്കി നോക്കി, ചിക്കി ആക്കി നോക്കി, സോസ് ഇട്ടുകാണ്ട് പല വെറൈറ്റി ആക്കി നോക്കി. എങ്ങനെ നോക്കിയിട്ടും ചട്ടി തീരുന്നില്ല. ബർക്കത്തുള്ള ചട്ടിയാട്ടാ. അങ്ങനെയല്ല, എന്റെ അതിന് വേറെ രസമുണ്ട്. എന്താണ് എന്താ വെച്ചാല് ഈ 25-30 മുട്ട ഒന്നിച്ചിട്ട് അങ്ങനെ തീരൂല. അതാണ് പ്രശ്നം. ഇഞ്ഞൊരു ട്രേ ബാക്കിയുണ്ട് കേട്ടോ. ബാക്കിയുണ്ട്. അതെന്ത് ചെയ്യും എന്നാണ് ഞങ്ങളിപ്പോ ഈ 11 മണിക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
മുട്ടാജു നാക്കേണ്ടി പേര് നെല്ലിക്ക കാന്താരി സോഡ. ഇതോടുകൂടി മസീനഗുഡി വഴി ഊട്ടി അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കുകയാണ്.